നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. നിന്റെ ഭർത്താവിനെ ജയിലിലാക്കണമെന്ന് തീരുമാനിച്ചു, അത് നടത്തിയെടുത്തു. അവനിന് പുറം ലോകം കാണാതെ ഇരുമ്പഴിക്കുള്ളിൽ കിടത്താൻ എനിക്ക് പറ്റും. അങ്ങനെ നടന്ന എന്തായിരിക്കും അവസ്ഥയെന്ന് ആലോചിച്ചു നോക്ക്. നായയ്ക്ക് എല്ലിൻ കഷ്ണം കിട്ടിയതുപോലെ മീഡിയക്കാര് നിന്റെ അക്കുച്ചേട്ടന്റെ കടിച്ചു കീറും. ബ്രേക്കിംഗ് ന്യൂസ്. നല്ല രസമായിരിക്കും. പിന്നെ ജയില്, ചുറ്റും 4 ചുവരുകൾ മാത്രം, പുതിയ യൂണിഫോം നമ്പർ. ബെല്ലടിച്ച പോയി വല്ലതും കഴിക്കാം. പിന്നെ വർഷങ്ങൾ കഴിഞ്ഞ് മൂത്ത് നിറച്ച് പുറത്തു വരും. ഇങ്ങനെയൊന്നും ഉണ്ടാവല്ലേന്നല്ലേ നീ ആഗ്രഹിക്കുന്നത്? അത് തന്നെയാണ് എന്റെയും ആഗ്രഹം. അതുകൊണ്ട് നീ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാ, നിന്റെ ബാലമാമനെ കൂട്ടി നാളെ കല്യാണ സാരി എടുക്കാൻ വരണം. ആ പറയാൻ മറന്നു, നീ സെലക്ട് ചെയ്യുന്ന കല്യാണ സാരി എടുത്തു വേണം എനിക്ക് മണ്ഡപത്തിലേക്ക് കയറി വരാൻ. എന്താടി നോക്കി പേടിപ്പിക്കുന്നേ? നീ ഒരു തുണിക്കച്ചവടക്കാരിയല്ലേ? എനിക്ക് ചേരുന്ന കളറും ഡിസൈനും ഒക്കെ നിനക്ക് നന്നായി അറിയാൻ പറ്റും. അതുകൊണ്ട് നീ സാരി സെലക്ട് ചെയ്തതെന്ന് എനിക്ക് ഭയങ്കര സന്തോഷാവും. കല്യാണ സാരി സെലക്ട് ചെയ്യുന്നത് കൂടാതെ കല്യാണം വരെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാൻ നീ മുന്നിൽ ഉണ്ടാവണം. നിന്റെ ബാലമാമനോട് പറയണം കല്യാണത്തിന് തടസ്സം നിൽക്കാതെ മുന്നിൽ നിന്ന് നടത്തിത്തരാൻ. എന്റെ കഴുത്തിൽ അരവിന്ദന്റെ താലി വീണാൽ മാത്രമേ നിന്റെ കഴുത്തിലെ താലിക്ക് ആയുസുണ്ടാവൂ. ഭീഷണിയും വരട്ടലൊന്നും ഇങ്ങോട്ട് വേണ്ട എന്ന് നിനക്ക് വേണമെങ്കിൽ പറയാം. പക്ഷേ നീ അത് പറയില്ല, കാരണം നിനക്ക് ബുദ്ധിയുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ ചെയ്താലേ നിന്റെ അക്കുച്ചേട്ടൻ പുറത്തു വരുമെന്ന് നിനക്ക് നന്നായിട്ട് അറിയാം. നിനക്ക് നിന്റെ അക്കുച്ചേട്ടൻ വേണോ അതോ നിന്റെ വാശി ജയിക്കണോന്ന് നീ തന്നെ തീരുമാനിച്ചോ. പോട്ടെ. എന്താ പറഞ്ഞു? കേസ് പിൻവലിക്കാമെന്ന്. പക്ഷെ നാളെ കല്യാണ സാരി എടുക്കാൻ പോകുന്നത് മുതൽ അങ്ങോട്ട് എല്ലാ കാര്യങ്ങളിലും ബാലമാമ മുന്നിലുണ്ടാവണമെന്ന്. ബാലമാമനെ കൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യിക്കണം. ഇല്ലെങ്കിൽ അക്കുച്ചേട്ടനെതിരെയുള്ള തെളിവുകൾ വെച്ച് എന്നേക്കുമായിട്ട് ജയിലിലാക്കുന്ന പറയുന്നത്. അവളുടെ ഭീഷണിയാണോ? ആ വിരട്ടലിനൊന്നും പേടിക്കുന്നവനല്ല ഞാൻ. മോളൊന്നുകൊണ്ടും പേടിക്കണ്ട. ആകാശിനെ നമ്മൾ പുറത്തു കൊണ്ടുവരും. അവള് പറയുന്ന പോലെ ഒന്നും നടക്കാൻ പോകുന്നില്ല. മോള് ധൈര്യമായിട്ടിരിക്കേ. ബാലമാമൻ, നമ്മൾ വാശിയോട് ചിന്തിക്കേണ്ട സമയമല്ല. സമാധാനമായിട്ട് ആലോചിക്കണം. സമാധാനമായിട്ട് എന്താ ആലോചിക്കാനാ? ആലോചിക്കാനുണ്ട് ബാലമാമേ. സ്റ്റേഷനിൽ ലോക്കപ്പിൽ കിടക്കുന്നത് എന്റെ ഭർത്താവ് മാത്രമല്ല, ബാലമാമന്റെ നിരപരാധിയായ മോനും കൂടിയാ. ശ്രേയുടെ ചതിയിൽ പെട്ടിരിക്കുക അക്കുച്ചേട്ടൻ. എങ്ങനെങ്കിലും അക്കുച്ചേട്ടനെ രക്ഷിക്കണം. ശ്രേയ പറഞ്ഞതിനപ്പുറം ചെയ്യുന്നവളാ.
എല്ലാം അനുഭവിക്കേണ്ടി വരുന്നത് അക്കുച്ചേട്ടനാ. ശ്രേയ പറഞ്ഞു തോർത്തിട്ട് എനിക്ക് പേടിയാവുന്നു. എന്റെ കഴുത്തിൽ അരവിന്ദന്റെ താലി വീണാൽ മാത്രമേ നിന്റെ കഴുത്തിലെ താലിക്ക് ആയുസുണ്ടാവൂ. എടാ മക്കളെ, നീ ഇവിടെ ഇരിക്കായിരുന്നോ? നിന്നെ ഇവിടെ എല്ലാം നോക്കി നടക്കായിരുന്നു ഞാൻ. കല്യാണത്തിന് ആരുടെ ഗാനമേള വെക്കണമെന്ന് ആലോചിക്കായിരുന്നു. ആ അത് നമുക്ക് കല്യാണത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴേക്കും ദാ കണ്ടില്ലേ, നിന്റെ വുഡ്ബിയാ വിളിക്കുന്നത്. നിന്റെ ശ്രേയക്കുട്ടി. എടുത്ത് സ്പീക്കറിലെടുക്ക്. ആ ശ്രേയമോളെ. ആന്റി, നാളെ തന്നെ കല്യാണ സാരി എടുക്കാൻ പോണം. അതിനുള്ള തയ്യാറെടുപ്പുകള് നടത്തിക്കും. അല്ല അതെ മോളെ, നമ്മള് തയ്യാറെടുത്തിട്ട് എന്താ കാര്യം? ഇവിടെ ഉള്ളവരും കൂടെ വരണ്ടേ? വരും. വേറെ ആര് വന്നില്ലെങ്കിലും ചാരു വരും. അല്ല, തുണിക്കച്ചവടക്കാരി വരാന്ന് മോളോട് പറഞ്ഞോ? അവള് വരാന്ന് പറഞ്ഞില്ല, പക്ഷേ വരും. ഉറപ്പായും വരും. മോൾ എന്ത് വിശ്വാസത്തിലാ ഈ പറയുന്നേ? അവളുടെ സ്വഭാവവും നമ്മളോടുള്ള വാശിയും ശ്രേയയ്ക്ക് അറിയാവുന്നതല്ലേ. അവള് മാറില്ല. മാറാത്തത് ഞാൻ മാറ്റിയെടുക്കും. ഇനി അവൾക്ക് സ്വന്തമായൊരു തീരുമാനം എടുക്കാൻ കഴിയില്ല ആന്റി. ചാരുവിന്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഇനി ഞാനാ. അവളുടെ റിമോട്ട് ഇപ്പൊ എന്റെ കയ്യിൽ. അവളൊന്ന് ലെഫ്റ്റ് റൈറ്റ് തിരിയണമെങ്കിൽ പോലും എന്റെ കയ്യിലെ റിമോട്ടിലെ സ്വിച്ച് അമരണം. മോള് വിചാരിച്ചാ നടക്കാത്തൊന്നില്ലെന്ന് ഞങ്ങൾക്കറിയാം. തുണിക്കച്ചവടക്കാരി മാത്രമല്ല, ഈ വീട്ടിലെ എല്ലാവരുടെ കാര്യം തീരുമാനിക്കുന്നത് മോളായിരിക്കണം. അതങ്ങനെ വരൂ ആന്റി. ചാരു നാളെ കല്യാണപ്പുടവ എടുക്കാൻ വരും. അവള് സെലക്ട് ചെയ്യുന്ന സാരി ഉടുത്തായിരിക്കും കല്യാണത്തിന് ഞാൻ മണ്ഡപത്തിലിരിക്കുന്നത്. ചാരു തന്നെ വന്ന് എല്ലാവരോടും പറയും കല്യാണപ്പുടവ എടുക്കാൻ പോകാമെന്ന്. അപ്പ ആന്റിക്ക് മനസ്സിലാവും ഈ ശ്രേയ ആരാണെന്ന്. മോളെ കുറിച്ച് എനിക്കും അരവിന്ദന് നന്നായിട്ട് അറിയാം. എന്തും ചെയ്യാനുള്ള അധികാരം അവകാശം മോക്ക് വിട്ടു തന്നിരിക്കല്ലേ. ശ്രേയക്ക് ഞങ്ങളുടെ എല്ലാ സപ്പോർട്ടും ഉണ്ടാവും. ഓക്കെ ആന്റി, ഞാൻ പിന്നെ വിളിക്കാം. അമ്മേ, ആടി പൊളി കിടുക്കി. അതേടാ, നിങ്ങളുടെ കല്യാണം കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം അടിമുടി മാറും. നോക്കിക്കോ. ആ സ്വപ്നങ്ങൾ കണ്ടോണ്ടാ ഞാനിപ്പോ നടക്കുന്ന